മക്കളെ സന്തോഷം കൊണ്ടുവന്ന സന്തോഷം. ഇന്നേ വരെ ചരിത്രത്തിൽ നടക്കാത്ത കുറേ കാര്യങ്ങൾ നടന്നു. എൻ്റെ ദൈവമേ, ഇത് കാണിച്ചു തന്നതിന് ഒത്തിരി നന്ദി. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, മാർക്ക് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പർ എന്ന് ബട്ടൺ അടിച്ച് പൊളിക്കുക. എന്താണ് സംഭവിച്ചത്? #ബിഗ് ബോസിന്റെ പുത്തൻ പ്രമോ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച കിച്ചണിൽ ചോറുണ്ടാക്കുന്നതിലും വിളമ്പുന്നതിലും കറിയില്ല, മറ്റേതില്ല, മറിച്ചില്ല എന്ന് പറഞ്ഞ് 3 ക്യാപ്റ്റന്മാരെ ക്രൂശിച്ച ആൾക്കാരാണ് ഈ പട്ടായ ഗേൾസ്. ഇപ്പോൾ അവര് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ നിന്റെ അണ്ണാക്കിലോട്ട് കുത്തി ഉറച്ച് വെള്ളം കുടിക്കടി എന്നൊക്കെ പറയുന്ന രീതിയിൽ അടി സംഭവിച്ചിട്ടുണ്ട് മക്കളെ. അനുമോക്കിട്ട് 20 കൊടുക്കുന്നുണ്ട് ആദില. എന്താണ് സംഭവിച്ചത്? അതായത് ഒരു തോരനും നമ്മൾ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അനുമോൾ ഫുഡ് ഉണ്ടാക്കുന്നതിലൊക്കെ കിടുവാണ്, അടിപൊളിയാണ്, സെറ്റാണ്, ഞാൻ സമ്മതിച്ചത്. പക്ഷേ സ്നേഹത്തോടെ വിളമ്പുന്നതില് അനുമോൾ വട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യം. അതിപ്പോ വീണ്ടും നമുക്കറിയാം, ഒരുപാട് അടി ഇതിന്റെ പേര് സംഭവിച്ചിട്ടുണ്ട്. വിളമ്പുന്ന കാര്യത്തിൽ റെനേന്റെ കൂടെ ആണെങ്കിലും ഒരുപാട് പേരിന്റെ കൂടെ അടി സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെ വീണ്ടും റിപ്പീറ്റിംഗ് ആണ്. സത്യത്തിൽ എല്ലാവർക്കും വിളമ്പി കൊടുക്കുവാണ്. അതിലാണെങ്കിൽ പണി ചെയ്യാൻ നല്ല മടിയാണ്. ഇന്നലെ പണി ചെയ്യാനൊക്കെ വിളിക്കുമ്പോഴൊക്കെ അതിലെ പോകുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കലിയുണ്ട് അനുമോളോട്. അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. നീ വിളമ്പി കൊടുക്കടി, അല്ലെങ്കിൽ നീ എന്തിനു കൂട്ടി വെക്കണം, നീ എന്നൊരു പണി, അതൊക്കെ അണ്ണാക്കിലോട്ടൊരു വെള്ളം കുടിക്കടി എന്നൊക്കെ അതിൽ വളരെ ബാഡായിട്ടുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്ത്, ചീത്ത വാക്കുകൾ യൂസ് ചെയ്തു എന്നല്ല, പക്ഷെ നല്ല കടികട്ടിയുള്ള സാധനങ്ങളൊക്കെ ഇറക്കി നല്ല അടിച്ചമർത്തുന്നുണ്ട് അനുമോള്. ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് വിളമ്പാൻ അറിയാം, എന്നൊക്കെ പറഞ്ഞ അനുമോള് നിൽപ്പുണ്ട്. സത്യത്തിൽ എനിക്ക് ഈ പ്രേമോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്തറിയോ? ഇതുവരെ ചൂടാവാത്ത സാബുമൻ കഴുത്തിലൊക്കെ നരമ്പൊക്കെ ഇങ്ങനെ തെറിച്ചു വന്ന് ഇങ്ങനെ ചൂടാവുന്നുണ്ട്. എൻ്റെ മോനെ അത് കാണാൻ രസമുണ്ട്. എന്ന് വെച്ചാൽ സാബുൻ ഇതുവരെ ഒരു മനുഷ്യരോട് അങ്ങനെ ചൂടാവാൻ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇത് എല്ലാവർക്കുള്ള റേഷനാണ്, നിനക്കുള്ള റേഷൻ മാത്രമല്ല, ഇത് എല്ലാവർക്കുള്ള റേഷൻ എന്ന് പറഞ്ഞ് ചൂടാവുന്നുണ്ട്. അതിൽ സത്യത്തിൽ അനുമോൾ അടിച്ചമർത്തുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇതൊക്കെ കണ്ട് കഴിഞ്ഞ ആഴ്ച എന്നെയാണോടാ നിങ്ങൾ വഴക്ക് പറഞ്ഞെന്ന രീതിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചിരിച്ചും കളിച്ച് നല്ല എന്റർടൈൻമെന്റ് ആസ്വദിക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയത്ത് അക്ബർ പറയുന്നുണ്ട്, ഇതൊക്കെ നീ നിന്റെ വീട്ടിൽ വെച്ചാൽ മതി എന്നൊക്കെ രീതിയിൽ 2-3 ഡയലോഗ് പറയുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നു. അക്ബറിന് ആയിക്കോട്ടെ, നമ്മുടെ നെവിൻ ആയിക്കോട്ടെ, നല്ല സന്തോഷമുണ്ട് ഈ ഒരു അടി സംഭവിക്കുന്നതിൽ. കഴിഞ്ഞ ആഴ്ച ഇതിന്റെ പേരിലാണ് 1 അടി സംഭവിച്ചത്. ഇത്രയും ഗ്യാങ് ആയിട്ട് കട്ടക്ക് നിന്ന പട്ടായ ഗേൾസിനെ അടി കൂടി പിരിയുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ എന്തായാലും ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവും. അതുമാത്രമല്ല, അനുമോളപ്പം എത്ര രീതിയിലുള്ള കാര്യം കാണിച്ചുകൊണ്ടായിരിക്കാം ആ വീട്ടിലുള്ള പകുതി പേരും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുക. ഇന്നലെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഏത് നേരത്താണ് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ എന്ത് സമാധാനമായിട്ടാണ് കിച്ചൺ പൊക്കോണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ആ 3 ക്യാപ്റ്റന്മാരുണ്ടായിരുന്നപ്പോൾ എന്ത് ചക്കയായിരുന്നു ക്യാപ്റ്റൻസി എന്ന രീതിയിൽ പുള്ളിക്കാരൻ്റെ സ്ലാങ്ങിൽ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അതിപ്പോൾ നേരെ ദൈവം കേട്ടുന്നു, നേരെ തലകുത്തി അടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കിത് അറിയണമെന്നുണ്ട്, എല്ലാ പ്രേക്ഷകരുടെ അഭിപ്രായം. ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഞാൻ അറിയാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു.